Welcome to the Sapphire Future Academy Board Booster Series classes. Today we are continuing the topic continuity and differentiability. Today we are discussing certain problems based on continuous functions. Continuous functions and the properties adinte problems aanu nammal idu class innathe video il nammal discuss cheyyunnathu. Appo nammal last class il oru function continuous ആവാനുള്ള condition nammal പഠിച്ചു. Continuity at a point. ഒരു ഡൊമൈനിൽ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മൾ ആൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു. എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എഫ് മൈനസ് ജി, അതുപോലെ എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി, അതുപോലെ കെ ഇൻറ്റു എഫ്, ദീസ് ആർ ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ, ഇപ്പോൾ ജിയും എച്ചും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അവിടെ കോമ്പോസിഷൻ ജി കോമ്പോസിറ്റ് എച്ച് ഇസ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമുക്ക് കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് അഗെയിൻ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ വി ആർ മൂവിങ് ടു ദാറ്റ് തിയറം ഫസ്റ്റ്. Continuity of composition of functions. Suppose f and g. f ഉം g ഉം രണ്ട് continuous function ആണ്. f and g are two real valued functions such that f composite g is defined at c. f composite g c എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫൈൻഡ് ആണ്. ഡിഫൈൻഡ് at c. if g is continuous at c, g continuous ആണ്, അതായത് g of c ഡിഫൈൻഡ് ആണ്. g is continuous at c and if f is continuous at g of c. f g of c ന് continuous ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും f composite g is also continuous at x equal to c. Continuous at x is equal to c. f composite g യുടെ definition എന്താ? How we can define f composite g of x? f composite g of x is defined as f of g of x ആണ്. f of g of x. അപ്പോൾ ഇവിടെ സി ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ കണ്ടിന്യൂസ് ആണ്, അപ്പോൾ ജി ഓഫ് സി ഡിഫൈൻഡ് ആണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് സി എന്ന് പറയുന്നത് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് സി എന്ന് വേണമെങ്കിൽ എഴുതാൻ നമുക്ക് സാധിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് കോമ്പോസിറ്റ് ജി ഇസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് തിയറം പറയുന്നത്രേ ഉള്ളൂ. എഫും ജിയും രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ you can generally say that composition of two continuous function are again continuous. Similarly, we can define f ഉം g ഉം continuous ആണെങ്കിൽ f composite continuous ആണെന്ന് പറഞ്ഞു. Similarly, we can say that g ഉം f ഉം continuous ആണെങ്കിൽ g composite f is also continuous function. അപ്പോൾ ജനറൽ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. f ഉം g ഉം രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അവിടെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് തിയറം. ഈ തിയറം ഇതിൽ പറയുന്ന റിസൾട്ട് പറയുന്നത് അതാണ്. നൗ വി ആർ മൂവിങ് ടു സർട്ടൻ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First problem, show that the function defined by f of x equal to sin of x square is a continuous function. അപ്പോൾ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ തിയറത്തെ കുറിച്ചാണ്. എന്താ കഴിഞ്ഞ തിയറം പറഞ്ഞത്? എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി ഇസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് എപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ സൈൻ ഓഫ് എക്സ് സ്ക്വയറിന് നമുക്ക് രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാണ്? let g of x equal to sin x and h of x equal to x square. നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നു. g of x equal to sin x, h of x equal to x square. നമുക്ക് പറയാൻ സാധിക്കും ഈ രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം we already defined that every trigonometric function is continuous in their respective domains. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എവറി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദ റെസ്പെക്റ്റീവ് ഡൊമൈൻസ്. അപ്പോൾ ഏതൊക്കെ ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് ഏതൊക്കെ ഡൊമൈനിലാണോ അവിടെയെല്ലാം
അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം sin x എന്നുള്ള ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? sin x ഈസ് എ ഫംഗ്ഷൻ ഫ്രം R to സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് ക്ലോസ് ഇൻ്റർവെൽ -1, ഇതാണ് സൈൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യുന്നു, നോ ഡിനോമിനേറ്റർ, സോ വി ക്യാൻ സേ ദാറ്റ് സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. അപ്പോൾ സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം g of x ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. g of x ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി വാട്ട് ഈസ് h of x? h of x പോളിനോമിയലാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്, x സ്ക്വയർ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. കാരണം അതെല്ലായിടത്തും ഡിഫൈൻഡ് ആണ്, ഡിനോമിനേറ്റർ 0 വരുന്ന കേസുകളൊന്നും വരുന്നില്ല. ജനറലി വി ക്യാൻ സേ ദാറ്റ് എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. അപ്പോൾ h of x x സ്ക്വയർ ഈസ് ഓൾസോ കണ്ടിന്യൂസ് എവരിവെയർ. ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ we can say that their composition is also continuous. G composite H is also continuous by theorem. ഇത് ലാസ്റ്റ് തിയറം പ്രകാരം, ലാസ്റ്റ് റിസൾട്ട് പ്രകാരം നമുക്ക് പറയാൻ സാധിക്കും, if f is continuous function and g is continuous function, f composite g is also continuous function. അപ്പോൾ ഇവിടെ നമുക്ക് ജിയും എച്ചും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് g composite h is also a continuous function. ഇനി എന്താണ് g composite h of x? ബൈ ഡെഫിനിഷൻ g of h of x ആണ് വരിക, g of h of x. അപ്പോൾ g നമുക്ക് തന്നിട്ടുണ്ട്, g of x തന്നിട്ടുണ്ട്, sin x ആണ്, h of x x സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ വാട്ട് ഈസ് g composite h of x? ദിസ് ഈസ് ഈക്വൽ ടു g of h of x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ആണ്. അപ്പോൾ g of x സ്ക്വയർ ആയി, g of x sin x ആണ്. അപ്പോൾ g കോമ്പോസിറ്റ് h of x ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ജിയും എച്ചും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബൈ ലാസ്റ്റ് തിയറം വി കൺക്ലൂഡ് ദാറ്റ് g കോമ്പോസിറ്റ് h ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ g കോമ്പോസിറ്റ് h of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ പ്രകാരം വി കൻ റൈറ്റ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സോ സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഓൾസോ കണ്ടിന്യൂസ് ബൈ ലാസ്റ്റ് തിയറം. അപ്പോൾ നമുക്ക് ജനറലി കൺക്ലൂഡ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ അഗെയിൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും യു സ്പ്ലിറ്റ് ഇൻ ടു സെപ്പറേറ്റ് ഫംഗ്ഷൻസ്, എന്നിട്ട് അതിൻ്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ബൈ തിയറം, ലാസ്റ്റ് തിയറം പ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതെന്താണെന്ന് പറയാൻ പറ്റും, കണ്ടിന്യൂസ് ഫംഗ്ഷൻ അത് പ്രൂവ് ചെയ്യാൻ പറ്റും. സിമിലർലി വി ക്യാൻ ട്രൈ സം അതർ ക്വസ്റ്റ്യൻ. Examine that sin mod x is a continuous function. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സൈൻ ഓഫ് മോഡ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ചെക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഹിയർ ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് മോഡ് എക്സ്. അപ്പോൾ സൈൻ ഓഫ് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്, രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ ആണ്. ഒന്നാമത് നമുക്ക് ജി ഓഫ് എക്സ് നമ്മളിങ്ങനെ ചൂസ് ചെയ്യുന്നു, സൈൻ ഓഫ് എക്സ് എടുക്കുന്നു, h of x can be considered as mod x. രണ്ട് ഫംഗ്ഷന്റെ ടേംസിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് ഈ ഫംഗ്ഷനെ. സൈൻ ഓഫ് മോഡ് എക്സിനെ വി ക്യാൻ ക്ലബ് ഇൻ ടു ദ കോമ്പോസിഷൻ ഓഫ് ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ജി ഓഫ് എക്സ് സൈൻ എക്സ് എടുത്തു, ഡിഫൈൻ ചെയ്ത് എച്ച് ഓഫ് എക്സ് മോഡ് എക്സ് എടുത്തു. ബൈ ഡെഫിനിഷൻ നമുക്കറിയാം ജി ഓഫ് എക്സ് സൈൻ എക്സ് ആണ്, എവറി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്, there is no point of discontinuity. അപ്പോൾ sin x എന്നുള്ള ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് പോലും വരുന്നില്ല. ഇനി mod x ഓൾസോ കണ്ടിന്യൂസ്, mod x കണ്ടിന്യൂസ് ആണ്, that is h of x equal to mod x is continuous everywhere. ഇതും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ what is g composite h of x? by definition g of h of x എന്ന് എഴുതാൻ പറ്റും, g of h of x, that is g of h of x mod x ആണ്, g of mod x, g of x sin x ആണ്, g of mod x എന്ന് പറയുമ്പോൾ sin of mod x. അപ്പോൾ ബൈ ലാസ്റ്റ് തിയറം g of x sin x continuous ആണ്, h of x mod x is also continuous, so their composition is also continuous. So in this case also we are applying the concept that by theorem composition of two real valued continuous function are again continuous. So അപ്പോൾ സൈൻ ഓഫ് മോഡ് എക്സ് ഈക്വൽ ടു കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ തിയറം സപ്പോർട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഈ തിയറം അറിഞ്ഞു കഴിഞ്ഞാൽ, റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ പ്രൂവ് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കോമ്പോസിഷൻ ഓഫ് ടു റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്
are again continuous എന്ന് പ്രൂവ് ചെയ്യാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. Okay, now we are moving to some general question based on trigonometric function of the continuity of a continuous function. Prove that the function defined by f of x equal to tan x is a continuous function എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ജനറൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എവറി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ദർ റെസ്പെക്റ്റീവ് ഡൊമൈൻ. ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുക എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കപ്പോൾ ഇങ്ങനെ ജനറൽ ക്വസ്റ്റ്യൻ വന്നു, എഫ് ഓഫ് എക്സ് ടാൻ എക്സ് ഈസ് കണ്ടിന്യൂസ് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പോൾ വി ആർ സ്റ്റാർട്ടിങ് ലൈക്ക് ദിസ്, ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്, ദാറ്റ് ഈസ് ടാൻ എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, ടാൻ എക്സിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്, ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? സൈൻ ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ വി ക്യാൻ എക്സ്പ്രസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഒരു കാര്യമുണ്ട് നമുക്ക് അല്ലേ, ഈ ഫംഗ്ഷൻ റാഷണൽ ഫോം ആണ്. റാഷണൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്, കോസ് എക്സ് നോട്ട് ഈക്വൽ ടു 0. നമുക്കറിയാം കോസ് എക്സ് 0 വരുന്ന പോയിന്റ് ഏതാ? കോസ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു എൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 വേർ എൻ ഇസ് എൻ ഇന്റിജർ. അപ്പൊ എക്സ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 വരുന്ന കേസിലൊക്കെ എന്തായിരിക്കും? 0 വരും, കോസ് എക്സ് 0 വരും. അപ്പോൾ കോസ് എക്സ് 0 വരുന്ന പോയിന്റ് ഈ പോയിന്റ്, അപ്പോൾ ഈ പോയിന്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ഡിഫൈൻഡ് ആവണമെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് നമുക്ക് എഴുതാൻ സാധിക്കും. ഒരു കണ്ടീഷൻ ഉണ്ട്, കോസ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് നോട്ട് എൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. എക്സ് ഒരിക്കലും ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആവരുത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. നമുക്കറിയാം സൈൻ എക്സ് ഓൾറെഡി കണ്ടിന്യൂസ് ആണ്, സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, കാരണം സൈൻ എക്സ് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്, കണ്ടിന്യൂസ് എവരിവെയർ. സിമിലർലി കൊസൈൻ, കോസ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് എവരിവെയർ. ഇതും എല്ലാ പോയിന്റിലും കണ്ടിന്യൂറ്റി, എല്ലാ റിയൽ നമ്പേഴ്സിലും കോസ് എക്സ് ഡിഫൈൻഡ് ആണ്, എക്സിസ്റ്റ് ചെയ്യും, അതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കോസ് എക്സ് 0 പോയിന്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾജിബ്രയിൽ പറയുന്നുണ്ട്, ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ പറയുന്നു എഫും ജിയും രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞു, എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ് ആയിരിക്കും, അതുപോലെ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എഫ് ബൈ ജി ഫോമാണ്. എഫ് ബൈ ജി, എഫ് കണ്ടിന്യൂസ് ആണ്, ജിയും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ടാൻ എക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്, വേർ കോസ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എക്സ് ഈസ് നോട്ട് എൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. അതുകൊണ്ട് ടാൻ എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. കോസ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. സോ ബൈ ദിസ് തിയറം എഫ് ബൈ ജി ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ നമുക്കിവിടെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് എന്ന് കിട്ടും. അത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് പറയാം വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ടാൻ എക്സ് ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സിമിലർലി വി ക്യാൻ കൺക്ലൂഡ് കോട്ട് എക്സും കണ്ടിന്യൂസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. കോട്ട് എക്സ് നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ സൈൻ എക്സ് 0 വരാൻ പാടില്ല, സൈൻ എക്സ് നോട്ട് ഈക്വൽ ടു 0. സൈൻ എക്സ് 0 വരുന്ന പോയിന്റ് ഒഴിവാക്കാം. സൈൻ എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എൻ പൈ, എ മൾട്ടിപ്പിൾ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്നാണ് വരിക. അപ്പോൾ ഈ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഈ കോട്ട് എക്സ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ കോസ് എക്സ് ന്യൂമറേറ്റർ അത് നമുക്കറിയാം കണ്ടിന്യൂസ് ആണ്, സൈൻ എക്സ് ഡിനോമിനേറ്റർ ദാറ്റ്സ് ഓൾസോ കണ്ടിന്യൂസ്. ബൈ തിയറം എഫ് ബൈ ജി ഈസ് ഓൾസോ കണ്ടിന്യൂസ്. എഫും ജി കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ കോട്ടെക്സ് എന്ന് പറയാം കണ്ടിന്യൂസ് എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിക്കും നമ്മൾ. അതുപോലെ ജനറൽ കൺക്ലൂഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ സം കണ്ടിന്യൂസ് ആയിരിക്കും, പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻസ് കണ്ടിന്യൂസ് ആയിരിക്കും, അതുപോലെ അവയുടെ കോഷ്യൻറ്റും കണ്ടിന്യൂസ് ആയിരിക്കും. ഈ തിയറംസ് ഉപയോഗിച്ചിട്ട് ഈ ടൈപ്പുള്ള ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് ജനറലി വിച്ച് ആർ ദ സം സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി പ്രൂഫ്. വി കൻ ഈസിലി ഐഡൻറ്റിഫൈ വിച്ച് ആർ ദ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്.
സം സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുക? ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഓൺ ഇറ്റ്സ് ഡൊമൈൻ ഡി, എഫ് ഡി അതിന്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡ് എഫ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ മോഡ്ലെസ് എടുത്താലും അതെന്തായിരിക്കും എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അത് നമ്മൾ കോമ്പോസിഷൻ പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഇറ്റ്സ് ഡൊമൈൻ ഡി, ദെൻ മോഡ് എഫ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. രണ്ടാമത്തെ റിസൾട്ട് പറയുന്നതാണ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് എവരിവെയർ കണ്ടിന്യൂസ്. ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എപ്പോഴും എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി, വേർ സി ഈസ് എ റിയൽ നമ്പർ ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് ദ ഡൊമൈൻ ആർ. എഫ് ഈസ് ഫ്രം ആർ ടു ആർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി, എപ്പോൾ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും സി മാത്രം വരികയോ, അപ്പോൾ സി റിയൽ നമ്പർ ആണ്. അതെപ്പോഴും എന്തായിരിക്കും കണ്ടിന്യൂസ് എവരിവെയർ. എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ, എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്ത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഏത് വാല്യൂ എടുത്താലും അതിൻ്റെ ഇമേജ് എക്സ് തന്നെ വരുന്നു, അതും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അടുത്ത് എ പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. പോളിനോമിയൽ ഫംഗ്ഷൻ സ്ട്രക്ചർ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എക്സെട്ര എ എൻ എക്സ് റൈസ് ടു എൻ. ഇതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ജനറൽ ഫോം. അത് കണ്ടിന്യൂസ് എവരിവെയർ, അതിനടുത്ത് കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്ത് എ മോഡ്ലെസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. മോഡ് എഫ്, മോഡ്ലെസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതിൻ്റെ ഗ്രാഫ് നോക്കി അറിയാം, ഇറ്റ്സ് എ വി ഷേപ്പ് കർവ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ പാസിംഗ് ത്രൂ ഒറിജിൻ. അപ്പോൾ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അടുത്ത ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എ റേസ് ടു എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ റേസ് ടു എക്സ് വേർ എ ഗ്രേറ്റർ ദാൻ 0, എ പോസിറ്റീവ് ആയിരിക്കണം. ഇത് കണ്ടിന്യൂസ് എവരിവെയർ, ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, ഓൾവേസ് കണ്ടിന്യൂസ്. ഇ റേസ് ടു എക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വേറെ ഫോമാണ്. ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സിന് പ്രത്യേകത ഇ റേസ് ടു എക്സ് ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് ആർ. ഇതും എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് എവരിവെയർ. ഇ റേസ് ടു എക്സ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അടുത്ത ലോഗരിതമിക് ഫംഗ്ഷൻ y ഈക്വൽ ടു log x ടു ദ ബേസ് ഇ. നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? y ഈക്വൽ ടു log x ടു ദ ബേസ് ഇ. അപ്പോൾ അതും കണ്ടിന്യൂസ് ആയിരിക്കും. ലോഗരിതമിക് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. ആ ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്ത നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മൾ സൈൻ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. സൈൻ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യും. ഇറ്റ്സ് എ റിയൽ ഫംഗ്ഷൻ, അതുകൊണ്ട് ഡിനോമിനേറ്റർ വാല്യൂസ് ഒന്നുമില്ല, അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അടുത്ത ദ കൊസൈൻ ഫംഗ്ഷൻ ഈസ് continuous everywhere. Cosine function എന്ന് പറയുമ്പോൾ it is a function from set of real numbers to closed interval -1, എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്, ഇതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്, ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് കോമ്പോസിഷൻ ഓഫ് ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് അഗെയിൻ കണ്ടിന്യൂസ്, അത് ഉപയോഗിച്ച് നമ്മൾ 2-3 പ്രോബ്ലം ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ചില കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് കണ്ടു. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ് ഇൻ ദ റെസ്പെക്റ്റീവ് ഡൊമൈൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് നല്ലതാണ്. നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഓൾജിബ്ര ഉപയോഗിക്കുന്നു. എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ സം കണ്ടിന്യൂസ് ആണ്, ഡിഫറൻസ് കണ്ടിന്യൂസ് ആണ്, പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആണ്, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആണ്, കോഷ്യന്റ് കണ്ടിന്യൂസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദിസ് concept will continue in the next video. Thank you.